works to increase French-speaking immigration outside Quebec, announcing new targets today in Moncton. ഫ്രഞ്ച് സ്പീക്കിംഗ് ഇമിഗ്രേഷൻ കാനഡയിൽ വളരെയധികം ഡിമാൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാലയളവിൽ കഴിഞ്ഞ കുറച്ചു നാളായി മറ്റുള്ള എല്ലാ ഇമിഗ്രേഷൻ പ്രൊസീജിയറുകളും, അതായത് എക്സ്പ്രസ് എൻട്രി, അതുപോലെ തന്നെ പ്രൊവിൻസ് നോമിനി ഉൾപ്പെടുന്ന ധാരാളം ഇമിഗ്രേഷൻ പ്രൊസീജിയറുകൾക്ക് വളരെയധികം റെസ്ട്രിക്ഷൻ വരുത്തിയപ്പോൾ ഒണ്ടാരിയോ ഉൾപ്പെടുന്ന മറ്റുള്ള എല്ലാ പ്രൊവിൻസുകളും, അതായത് ഒണ്ടാരിയോ, ന്യൂ ബ്രൺസ്വിക്ക്, ആൽബർട്ട, മാനിറ്റോബ, നൊവാസ്കോഷ്യ, അതുപോലെ തന്നെ സസ്ക്വാഷ്വാൻ, ഇങ്ങനെയുള്ള എല്ലാ പ്രൊവിൻസുകളും വളരെ ആക്റ്റീവായിട്ട് ഫ്രഞ്ച് സ്പീക്കിംഗ് ഇമിഗ്രേഷൻ ആയിരക്കണക്കിന് ആൾക്കാരെ അവർ ഈ ദിവസങ്ങളിൽ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം തന്നെ ഓരോ പ്രാവശ്യം അതായത് കാനഡയിൽ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻവിറ്റേഷൻ ഡ്രോ നടക്കുമ്പോൾ മറ്റുള്ള എല്ലാ കാറ്റഗറിയിലും വളരെ തുച്ഛമായ ആളുകളെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ 10,000-കണക്കിന് ആളുകളെയാണ് ഓരോ പ്രാവശ്യവും ഫ്രഞ്ച് സ്പീക്കിംഗ് ഇമിഗ്രേഷൻ കാറ്റഗറിയിലേക്ക് ഇൻവിറ്റേഷൻ അയച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ വരുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് അണ്ടിൽ 2028 വരെ അത് കാനഡ ഒരു മാസീവ് ഫ്രഞ്ച് സ്പീക്കിംഗ് ഇൻവിറ്റേഷൻ അവർ അയക്കാൻ പോകുവാണെന്നാണ്. അതിന്റെ അർത്ഥം അതിനുശേഷവും ഒരു വലിയ തോതിലുള്ള ആളുകളെ ഈ ഒരു ഇമിഗ്രേഷൻ കാറ്റഗറിയിലേക്ക് എടുക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ബേസിക്കലി നമുക്കറിയാം, നമ്മുടെ ഏജ്, എഡ്യൂക്കേഷൻ, വർക്ക് എക്സ്പീരിയൻസ് ആൻഡ് ലാംഗ്വേജ് സ്കില്ല് ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അതായത് എല്ലാ ഇമിഗ്രേഷൻ പോലെ ഈ ഇമിഗ്രേഷനും ആ ഒരു കാറ്റഗറി അവരെടുക്കുന്നത്. IELTS പോലെ തന്നെ അതായത് ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ് ഈ ഒരു ലെവലിൽ ഫ്രഞ്ചിൽ ഏതാണ്ട് ലെവൽ 7 B2 ലെവൽ വരെ ആയിരിക്കും അതിന്റെ ഒരു മെയിൻ കാറ്റഗറി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾക്ക് മറ്റുള്ള എല്ലാ വിസ കാറ്റഗറിയിലും ഇന്റർനാഷണൽ സ്റ്റുഡൻസ് കാറ്റഗറിയിലും ഒക്കെ വളരെയധികം നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇന്ത്യ ഉൾപ്പെടുന്ന മറ്റ് എബ്രോഡ് രാജ്യങ്ങളിൽ നിന്ന് ഉള്ള ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് ഇപ്പോൾ PR ഡയറക്ട്ലി എടുത്ത് കാനഡ എന്ന രാജ്യത്തിലേക്ക് വരാനുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് കാനഡിയൻ ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്നത്. അത് എബ്രോഡ് രാജ്യങ്ങളിൽ മാത്രമല്ല, നിലവിൽ കാനഡയിൽ പാർക്കുന്ന ആളുകൾ, അതായത് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഉൾപ്പെടെ മറ്റുള്ള ഏതെങ്കിലും കാറ്റഗറിയിൽ കാനഡയിൽ വന്നിട്ട് അവർക്ക് PR വേണ്ടി കാത്തിരിക്കുന്നവരാണോ, അല്ലെങ്കിൽ PR ഇനി എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണോ, നിങ്ങൾക്ക് വളരെയധികം PRന്റെ ഇൻവിറ്റേഷൻ കിട്ടാനുമുള്ള സാധ്യതയാണ് ഇപ്പോൾ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ചൂണ്ടിക്കാണിക്കുന്നത്. അത് പ്രധാനമായിട്ടും ഫെഡറൽ സ്കിൽഡ് വർക്കർ കാറ്റഗറിയിലും അതുപോലെ തന്നെ കനേഡിയൻ എക്സ്പീരിയൻസ് കാറ്റഗറിയിലും. അതായത് ഫെഡറൽ സ്കിൽഡ് വർക്കർ കാറ്റഗറിയാണ് എബ്രോഡിലുള്ള മറ്റു വിദേശ രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് ഡയറക്റ്റ് PR വേണ്ടി, അതായത് ഫ്രഞ്ച് സ്പീക്കിംഗ് ഇമിഗ്രേഷൻ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്ത് നമുക്ക് കയറി വരാനായിട്ട്. എന്നാൽ കനേഡിയൻ എക്സ്പീരിയൻസ് കാറ്റഗറി എന്ന് പറയുന്നത് നിലവിൽ കാനഡയിൽ തന്നെ ഉള്ള ആളുകൾ, അവർക്ക് ഇവിടെ അത് വർക്ക് എക്സ്പീരിയൻസുകളുണ്ട്, ഇവിടെ പഠിച്ച എക്സ്പീരിയൻസുകളുണ്ട്. അപ്പോൾ തന്നെ അവർ അതിന്റെ കൂട്ടത്തിൽ ഫ്രഞ്ച് ഒരു B2 ലെവൽ വരെ എടുത്ത ആളുകളാണെങ്കിൽ അവരുടെ CRS സ്കോർ വരെ അവർ PR വേണ്ടി കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഹൈയിലാണ് നിൽക്കുന്നെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ വരെ അവർക്ക് കട്ട് ഓഫ് ചെയ്ത് വളരെ ഈസി ആയിട്ട് PR കിട്ടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാനഡ ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്നത്. അത് എന്തിനാന്ന് ചോദിച്ചാൽ, അതായത് പ്രധാനമായിട്ടും ക്യൂബക് എന്ന് പറയുന്ന പ്രൊവിൻസിന്റെ ഔട്ട്സൈഡിലുള്ള ഒണ്ടാരിയോ ഉൾപ്പെടെയുള്ള മറ്റുള്ള ഓൾമോസ്റ്റ് പ്രൊവിൻസുകളും ബൈലിംഗൽ ഭാഷകളിലുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നതിനും അവരുടെ കമ്മ്യൂണിറ്റിയെ വളർത്തുന്നതിനും ആവശ്യമായിട്ട് ഇംഗ്ലീഷ് കൂടാതെ തന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഷയാണ് ഫ്രഞ്ച്. ആ ഫ്രഞ്ച് ലാംഗ്വേജിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കുട്ടികൾ ഉൾപ്പെടെ ധാരാളം ആളുകൾ ഇപ്പോൾ ഫ്രഞ്ചിലേക്ക് അവരുടെ പഠനങ്ങൾ തിരിയുന്ന ഒരു രീതിയാണ് സ്കൂൾ വിദ്യാഭ്യാസം മുതൽ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. ഇനി നാട്ടിലുള്ള ആളുകൾ അതിനെന്താണ് ചെയ്യേണ്ടത്? നമ്മൾ IELTS പഠിക്കുന്നത് പോലെ തന്നെ നാട്ടില് TF അല്ലെങ്കിൽ TCF അണ്ടർ അലയൻസ് ഫ്രാൻസ് എന്ന് പറയുന്ന അവരുടെ ആ ഒരു അഫിലിയേഷനിൽ വരുന്നതായിട്ടുള്ള കോഴ്സ് എടുക്കണം. ആ ഒരു ഫ്രഞ്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് A1 ലെവൽ മുതൽ A1, A2, B1, B2 ഇങ്ങനെ പോകും. അതിലെ B2 ലെവൽ വരെയാണ് ഇപ്പോൾ കാനഡ ഗവൺമെന്റ് ആവശ്യപ്പെടുന്നത്. ഒരു 4 കോഴ്സ് വരെ നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഇങ്ങനെയുള്ള രാജ്യങ്ങൾ വന്ന് നമ്മൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ട് നമ്മൾ പഠിക്കാൻ വരുന്നതിനേക്കാൾ മുന്നോട്ട് നമുക്ക് രക്ഷപ്പെടാൻ സാധ്യതയുള്ള ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റികളെ മുന്നിൽ കണ്ടുകൊണ്ട് അതനുസരിച്ച് ഇനിയുള്ള ജനറേഷനുകൾ അവരുടെ പഠനത്തിന് ശേഷം അതിനായിട്ട് ശ്രമിക്കുക. നാട്ടിൽ തന്നെ വരും കാലങ്ങളിൽ ഇങ്ങനെയുള്ള കോഴ്സുകൾ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ഡയറക്റ്റ് PR എടുത്ത് ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ പോയി താമസിക്കാനുള്ള ഒരു വലിയ
അവസരമായിരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. ഐ ആം സൈനോഡ് റെക്സി ജോയ്. ബൈ.